ഹായ് ഓൾ, വെൽക്കം ടു KS Mentor വീക്ക്ലി കറണ്ട് അഫയേഴ്സ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ജനുവരി 22 തൊട്ട് 31 വരെ KS ആൻഡ് ഡിഗ്രി പ്രിലിംസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും റിലേറ്റഡ് ഇൻഫോർമേഷൻസും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സിഗരറ്റിസ് കൺജുങ്ക്റ്റ ഇതൊരു സ്പീഷീസ് ആണ്. ദെൻ ഒരു സ്കീമിനെ കുറിച്ച് പറയുന്നുണ്ട്, ന്യൂ സോളാർ പവർ സ്കീം. പിന്നെ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്യപക ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇത് എവിടെയാണ് നടക്കുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കും. ദെൻ ഗ്രീൻ ഫ്യൂൽസ് അലയൻസ് ഇന്ത്യ, കച്ചി കരക് എന്ന് പറയുന്നത് ഇതെന്താണ്? ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതൊരു ഫ്രൂട്ട് ആണ്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രൂട്ട് ന്യൂസിൽ വന്നത്, അല്ലെങ്കിൽ എന്താ കാര്യം എന്നുള്ളത് നമ്മൾ നോക്കും. ദെൻ ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഡാവോസ് 2024 എന്ന് പറയുന്നത് ഉണ്ട്. അത് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഇതൊക്കെ എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ടേം ഒക്കെ. ദെൻ രണ്ട് എക്സസൈസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഏകായുക്ത ആൻഡ് എക്സസൈസ് കഞ്ചാർ. പിന്നെ ഡേയ്സ് നമ്മൾക്ക് ഈ ഒരു വീക്കിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേയ്സും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തീം എന്താണ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്സിലോട്ട് നമുക്ക് വേഗം നോക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിഗരറ്റിസ് കൺജങ്ക്റ്റ. ഇതെന്താണ്? ഇതൊരു ബട്ടർഫ്ലൈ സ്പീഷീസ് ആണ്. ഓക്കെ, ഇതൊരു ബട്ടർഫ്ലൈ സ്പീഷീസ് ആണ്. ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീസെൻ്റ് ആയിട്ട് ഇതിനെ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്നും ഡിസ്കവർ ചെയ്തു. സോ ഇതൊരു ബട്ടർഫ്ലൈ സ്പീഷീസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിൽ ഇനിയിപ്പോൾ നമ്മൾ എക്സാമിന് ആവശ്യമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അത് എവിടെയാണ് ഉള്ളത് നോക്കുക. കർണാടകയിലാണ് ഈ ഒരു സാങ്ച്വറി ഉള്ളത്. 1974 വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് ഇതിനെ പ്രഖ്യാപിച്ചത്. ദെൻ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുവാണെങ്കിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നാണ് മെയിനായിട്ട് റെയിൻഫോൾ കിട്ടുക. അതേപോലെ തന്നെ ഒക്കേഷണൽ റെയിൻസ് നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ നിന്നും കിട്ടും. ഓക്കെ, ഇതെന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് തരുവാണെങ്കിൽ മാത്രം അറിഞ്ഞിരിക്കാനുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ്? കർണാടകയിലാണ് ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. 1974 ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയി മാറിയത്. ദെൻ ഇതൊരു സ്പീഷീസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബട്ടർഫ്ലൈ സ്പീഷീസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. അടുത്തത് നമ്മൾ നമ്മൾ സ്കീമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് ന്യൂ സോളാർ പവർ സ്കീം. ഈ സ്കീമിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കും എന്താണ്, അത് ഏത് മിനിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്കീമിന്റെ എയിം എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇത്രയും അറിഞ്ഞിരുന്നാൽ തന്നെ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ, ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് അതിനെ ഇവൻ എലിമിനേറ്റ് ചെയ്തിട്ടെങ്കിലും നമുക്ക് ആ ഒരു ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുവാണ്. അപ്പം ഫസ്റ്റ് നോക്കുന്നു, ഈ സ്കീം എന്ന് പറയുന്നത് ഏത് മിനിസ്ട്രിയുടെയാണ് വരുന്നത്? ദ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഈ ഒരു മിനിസ്ട്രിയാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പം റീസെന്റ് ആയിട്ട് ഈ ഒരു സ്കീം വരാൻ റീസൺ എന്താ, ന്യൂസിൽ വരാൻ റീസൺ എന്താണ്? ഒരു 515 കോടി രൂപ ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പം എന്തിനാണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത്? എന്തിനാണ് ഇത്രയും ഫണ്ട് എന്തിനാണ് കൊടുത്തത് ഈ സ്കീമിന്റെ കീഴിൽ? PVTG ഏരിയാസ്, അതായത് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ഏരിയാസ് ഉണ്ടല്ലോ, അവിടുത്തെ ഹൗസസിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട്, അൺഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ഹൗസസിൽ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത്രയും ഫണ്ട് ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്കീം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു സ്കീം എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? PM ജൻമൻ പ്രോഗ്രാമിന്റെ കീഴിലാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത്. അപ്പോൾ PM ജൻമൻ ഇതെന്താണെന്ന് നമ്മൾ നോക്കണം. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. ഇതെന്ന് പറയുന്നത്, ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇറ്റ്സ് റിലേറ്റഡ് ടു ട്രൈബൽ അഫയേഴ്സ് ഓർ റിലേറ്റഡ് ടു ട്രൈബൽ ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പം ഈ ഒരു സ്കീം എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തത് എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. 2023-24 ഫിനാൻഷ്യൽ ഇയറിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. എന്തിനാണ്? ഈ 2025-26 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം കൊണ്ടുവന്ന ഒരു ഇതാണ്. ഇതിന്റെ എയിം എന്താണ്? ഈ ഒരു സ്കീമിന്റെ എയിം എന്താണ്? നമ്മുടെ ന്യൂ സോളാർ പവർ സ്കീമിന്റെ എയിം എന്താണ്? പ്രൊവൈഡ് സോളാർ പവർ ഇൻ 1 lakh അൺഇലക്ട്രിഫൈഡ് ഹൗസ് ഹോൾഡ് ഐഡന്റിഫൈഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഇൻ 18 സ്റ്റേറ്റ്സ് അക്രോസ് ഇന്ത്യ ആൻഡ് ദ UTs ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. അതായത് 1 ലക്ഷത്തോളം അൺഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ഹൗസസ്. എവിടെയുള്ള ഹൗസസ് ആണ്? നമ്മുടെ 18 സ്റ്റേറ്റ്സിൽ നിന്നുമായിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഏകദേശം 1 ലക്ഷത്തോളം അൺഇലക്ട്രിഫൈഡ് ഹൗസ് ഹോൾഡിനെ
കണ്ടെത്തിയിട്ടുണ്ട്. സോ 18 സ്റ്റേറ്റ്സിൽ നിന്നും അതേപോലെ തന്നെ ഏതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുമുള്ള ഈ അൺഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള 1,00,000 വീടുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് അവരെ ഇലക്ട്രിഫൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എയിം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു PM ജൻമൻ ഈ ഒരു പ്രോഗ്രാമിന്റെ കീഴിലാണ് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തായാലും ഈ സ്കീം എന്താണ്, ഈ ഒരു പ്രോഗ്രാം എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ, ഇങ്ങനെയാണ് PM ജൻമൻ എന്ന് പറയുന്നത്. ഇതിന്റെ എയിം എന്താണ്? PVTG ഹൗസ് ഹോൾഡുകൾ, അതായത് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്, അറിയാലോ PVTG, അവിടുത്തെ ഹൗസ് ഹോൾഡുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഹാബിറ്റേഷൻസ് ബേസിക് ആയിട്ടുള്ള കുറച്ച് നെസസിറ്റീസും കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഡ്രിങ്കിങ് വാട്ടർ, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാംസും അല്ലെങ്കിൽ സ്കീംസും പോളിസീസും കാര്യങ്ങളും ഫോർമുലേറ്റ് ചെയ്യുക. ഇതാണ് ഈ ഒരു PM ജൻമൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ എയിം എന്ന് പറയുന്നത്. സോ അതിന്റെ കീഴിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസും പോളിസീസും കാര്യങ്ങളും ലോഞ്ച് ചെയ്യുന്നു. സോ അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് ന്യൂ സോളാർ പവർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു 3 ഇയർ മിഷൻ മോഡിലാണ് ഈ ഒരു പ്രോഗ്രാം വന്നിരിക്കുന്നത്. ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ആ ഒരു ഏരിയാസിൽ കൊണ്ടുവരിക, ഇലക്ട്രിഫൈഡ് ആക്കുക, അതേപോലെ തന്നെ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുക, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുക, ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു 3 ഇയർ മോഡിൽ, ഒരു 3 വർഷത്തെ കാലത്തിൽ ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് ആ ഒരു ഏരിയന്റെ ഒരു ഡെവലപ്മെന്റിനും വെൽഫെയറിനും വേണ്ടിയിട്ട് കൊണ്ടുവരിക. ഇതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന ചെറിയൊരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ലോഞ്ച് ചെയ്യുന്നു. എങ്ങനെയായിരിക്കും? അതൊരു 11 ഇന്റർവെൻഷൻസ് ഓഫ് 9 മിനിസ്ട്രീസ്, അതായത് 9 മിനിസ്ട്രീസിന്റെ കീഴിൽ 11 ഇന്റർവെൻഷൻസ് കൊണ്ടുവരിക. അതായത് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ കീഴിൽ ഇത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത് കൊണ്ടുവന്നു. ഇതേപോലെ തന്നെ എന്താണ് 11 ഇപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന പോലെ തന്നെ മറ്റ് കുറച്ച് പ്രോഗ്രാംസും കൊണ്ടുവരുന്നു 9 മിനിസ്ട്രീസിന്റെ കീഴിലായിട്ട്. മറ്റൊരു എക്സാമ്പിൾ ആണ് ജൽജീവൻ മിഷൻ. ജൽജീവൻ മിഷൻ ഏത് മിനിസ്ട്രിയുടെ വഴിയാണ്? മിനിസ്ട്രി ഓഫ് ജൽശക്തി. സോ ഇത്തരത്തില് ഓരോ മിനിസ്ട്രീസിന്റെയും കീഴിൽ ഒരു 11 അത്രയും നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കൂടുതൽ ചേഞ്ചസ് വേണം അല്ലെങ്കിൽ കൂടുതൽ ഡെവലപ്മെന്റ് വേണം എന്ന് പറയുന്ന ഏരിയാസിനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഓരോ സ്കീംസും കാര്യങ്ങളും കൊണ്ടുവരിക. അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം PM ജൻമൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ 15th നവംബർ 2023 നമ്മുടെ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഇങ്ങനൊരു മിഷൻ ലോഞ്ച് ചെയ്തത്. ദെൻ ആ ഒരു ഡേ, ഈ 15th നവംബർ 2023 ആ ഒരു ഡേയുടെ ഫീച്ചർ എന്താണ്, ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ജൻജാതീയ ഗൗരവ് ദിവസമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേ ആണ്. അന്നാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോഗ്രാമും ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഈ ഒരു ഡേ എന്ന് പറയുന്നത് നമ്മുടെ ബിർസ മുണ്ടൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ കേട്ടുള്ള ഒരു ടേമാണ്. ബിർസ മുണ്ടയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് ഈ ഒരു ഡേ. സോ അതാണ് ജനജാതീയ ഗൗരവ ദിവസം നമ്മൾ അന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ അന്ന് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ എല്ലാം ഒരു നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആയിരിക്കും. ഏതൊക്കെയാണ് ഇതിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്? മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. അടുത്തത് ഒരു ഫെസ്റ്റിവൽ ആണ്. ആ ഫെസ്റ്റിവലിന്റെ പേരാണ് പക്കേ പക ഹോൺബിൽ ഫെസ്റ്റിവൽ. അപ്പം ഈ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇത് എവിടെയാണ് ഉള്ളത് അല്ലെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അതാണ്, എവിടെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്, ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്, പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കിയിരിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഫെസ്റ്റിവൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇതിൻ്റെ 9th എഡിഷൻ ആണ് ഇപ്പോൾ നടന്നത്. ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ 9th എഡിഷൻ ആണ് അരുണാചൽ പ്രദേശിൽ നടന്നത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നത്. ദെൻ ഇത് ജാനുവരി 18th to 20th ആ ഒരു 2 ദിവസം എടുത്തിട്ട് നടന്ന ഒരു ന്യൂസാണ് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ആണിത്. അപ്പം ഇത് എക്സാമിനുള്ള എന്താ പഠിക്കേണ്ടത്? അരുണാചൽ പ്രദേശിലാണ് നടന്നതെന്ന് പഠിക്കുക. ദെൻ ഇനി ഇതിൻ്റെ തീമുണ്ട്. ഇതിൻ്റെ തീം നമ്മൾ അറിഞ്ഞിരിക്കണം.
എന്തെങ്കിലും ഇത് ഏതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു തീം എന്ന് പറഞ്ഞാൽ എങ്ങാനും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതിന്റെ തീം എന്ന് പറയുന്നതാണ് ദുമൂത്തോ ദുമൂത്തോ പഗാഹം ദുമൂത്തോ, അതായത് ലെറ്റ് അവർ ഹോൺബിൽസ് റിമൈൻ എന്നാണ് പറയുന്നത്. ലെറ്റ് അവർ ഹോൺബിൽസ് റിമൈൻ ഇതെന്ന് പറയുന്നത് നിഷി ലാംഗ്വേജ് ആണ്. ഇത് നിഷി ലാംഗ്വേജ് ആണ്, അതാണ് ഇങ്ങനെ ഒരു പേര് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീം വന്നത്. അതിന്റെ ട്രാൻസ്ലേഷൻ ആണിത്, ലെറ്റ് അവർ ഹോൺബിൽസ് റിമൈൻ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം കൂടി ഇതാണ്, വൈൽഡ് ലൈഫ് കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു ഫെസ്റ്റിവൽ ആണിത്. ഹോൺബിൽസിന് വേണ്ടിയിട്ട്, ഹോൺബിൽസിന്റെ കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ അരുണാചൽ പ്രദേശിലുള്ള ഒരേ ഒരു ഫെസ്റ്റിവലും കൂടിയാണ് ഇത്, പക്യപക ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ഫെസ്റ്റിവൽ, ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഫസ്റ്റ് വന്നത് 2015 എന്നാണ്. 2015 ഫസ്റ്റ് വന്നത് ഈ ഒരു ഫെസ്റ്റിവൽ നമ്മൾ ആഘോഷിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഹോൺബിൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിഷി എന്ന് പറയുന്ന ഒരു ട്രൈബാണ്. അപ്പോൾ ഈ ഒരു ട്രൈബ് ഇവിടെ നമ്മളൊരു പോയിന്റ് കൂടി പഠിച്ചു, ഈ നിഷി എന്ന് പറയുന്ന ട്രൈബ് അരുണാചൽ പ്രദേശിലാണോ ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിപ്പം മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു ട്രൈബ്സിന്റെ ഇമ്പോർട്ടന്റ് റോൾ അല്ലെ അവരുടെ ആ ഒരു റോൾ എന്തൊക്കെയാണ്, ഈ ഒരു ഹോൺബിൽ പോലുള്ള ഒരു വൈൽഡ് ലൈഫ് കൺസർവേഷൻ അവരുടെ റോൾ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി അവരുടെ എഫേർട്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഫെസ്റ്റിവൽ 2015 വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത ന്യൂസിലോട്ട് പോവാം. അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു അലയൻസിനെ പറ്റിയാണ്, ഗ്രീൻ ഫ്യൂവൽ അലയൻസ് ഇന്ത്യ. ഈ ഒരു ടേം കാണുമ്പോൾ ഗ്രീൻ ഫ്യൂവൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എനർജി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ്. അപ്പം ഇത് എന്താണ്, ഈ ഒരു സ്കീം എന്താണ്, ഈ ഒരു അലയൻസിന് എന്താണ്, ഏത് രാജ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം നോക്കുവാണ്, ഡെൻമാർക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളൊരിതാണ്. ഡെൻമാർക്കും ഇന്ത്യയാണ് വരുന്നത്. ഇത് എവിടെ വെച്ചിട്ട് ലോഞ്ച് ചെയ്തു? ഈ 2024 ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നു. 2024 എവിടെ വെച്ചിട്ട്? തമിഴ്നാട്ടിൽ. അപ്പോൾ തമിഴ്നാട്ടിൽ 2024 ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നു. സോ ആ ഒരു മീറ്റിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു അലയൻസ് വരുന്നത്, ഡെൻമാർക്കും ഇന്ത്യയും തമ്മിൽ. ഇവിടെ നമുക്ക് 2 പോയിന്റ് കിട്ടി. ഗ്രീൻ ഫ്യൂൽ അലയൻസ് ഇന്ത്യ എന്ന് പറയുന്നത് ഡെൻമാർക്കും ഇന്ത്യയും തമ്മിലാണെന്നും കിട്ടി. 2024 ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറയുന്നത് തമിഴ്നാട് ചെന്നൈയിലാണ് നടന്നതെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിന്റെ എയിം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഗ്രീൻ ഫ്യൂൽ എനർജി റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും സസ്റ്റൈനബിൾ എനർജി യൂസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, അത് തന്നെയാണ്. ഇറ്റ്സ് ആൻ ഇനീഷ്യേറ്റീവ് ടു ബൂസ്റ്റ് കൊളാബറേറ്റീവ് എഫേർട്സ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഡെൻമാർക്ക് ഇൻ ദ സസ്റ്റൈനബിൾ എനർജി സൊല്യൂഷൻസ് സെക്ടർ. ഈ 2 കൺട്രീസും തമ്മിലുള്ള എഫേർട്സ് കാര്യങ്ങൾ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാം. നമ്മുടെ ഈ ഡെൻമാർക്ക് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും കാർബൺ ന്യൂട്രാലിറ്റി എന്നുള്ളൊരു എയിം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ 2 രാജ്യങ്ങളുടെയും ഈ ഒരു എയിമിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഒരു ചെറിയ എഫേർട്ടാണിത്. ഓക്കെ, ഈ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ലെഡ് ചെയ്യുന്നത് ആരാണ്? ഡാനിഷ് എംബസി ആൻഡ് കോൺസുലേറ്റ് ജനറൽ ഓഫ് ഡെൻമാർക്ക് ഇൻ ഇന്ത്യ. ഇവർ 2 പേരും കൂടി ലെഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ചെറിയൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പം എക്സാമിന് ഇങ്ങനെ എന്തെങ്കിലും പിക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ക്ലിക്ക് ആവുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കിയിരിക്കുക. ഇത് നമ്മൾ പറഞ്ഞു, ഈ ഒരു അലയൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ ഒരു അലയൻസിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമ്മൾ നോക്കുവാണ്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഫ്യൂവൽ സെക്ടറിൽ ഉണ്ടാവുന്ന അല്ല അവിടുത്തെ ഗ്രീൻ ഫ്യൂവൽ സെക്ടറിന്റെ അഡ്വാൻസ്മെന്റും കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ്. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. ആൻഡ് മെയിനായിട്ട് ഗ്രീൻ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നൊരു കാര്യമാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഓക്കെ, ഈ ഗ്രീൻ ഫ്യൂവൽസിന്റെ യൂസും കാര്യങ്ങളും കൂട്ടുക, എസ്പെഷ്യലി ഗ്രീൻ ഹൈഡ്രജൻ അതെങ്ങനെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഒരു കാർബൺ ന്യൂട്രാലിറ്റി എന്നുള്ളൊരു എയിമിലോട്ട് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ എഫേർട്സ് നമുക്ക് എടുക്കാൻ പറ്റും അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവാണിത്. ആൻഡ് ഇന്ത്യക്ക് ഓൾറെഡി 2070 ആകുമ്പോഴേക്കും കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഗോള് ഇന്ത്യ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഡെൻമാർക്ക് 2050 ആകുമ്പോഴേക്കും കാർബൺ ന്യൂട്രാലിറ്റി മീറ്റ് എത്തണം എന്നുള്ളൊരു ഗോളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ത്യ 2070 ആകുമ്പോഴേക്കും കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യും. ആൻഡ് ഡെൻമാർക്ക് 2050 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യുമെന്ന് പറയുന്നു. സോ ഇവരുടെ ഈ 2 കൺട്രീസിൻ്റെയും ഈ ഒരു എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ റൂൾസും കാര്യങ്ങളും അല്ലെങ്കിൽ എഫേർട്സും കാര്യങ്ങളും വരുമ്പോൾ ആ ഒരു ഗോൾ അല്ലെങ്കിൽ ആ ഒരു എയിം അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് വേറൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ക്ലൈമറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഡെൻമാർക്ക് ഏകദേശം ടോപ്പിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ്. സോ
ഗ്ലോബൽ ക്ലൈമറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഡെൻമാർക്ക് ടോപ്പിലാണ് എന്നുള്ളൊരു പോയിന്റും കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്തയാണ് കച്ചി കരേക്. ഈ ഒരു ടേം എന്ന് പറയുമ്പോൾ കച്ചി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കച്ച് എന്നൊക്കെ പറയുമ്പോൾ ഗുജറാത്ത്, റാൻ ഓഫ് കച്ച് ഒക്കെ ഗുജറാത്തിലാണ്. സോ ആ ഒരു പേരെന്ന് പറയുമ്പോൾ തന്നെ ഗുജറാത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഇതിൻ്റെ ഇതൊരു ഫ്രൂട്ടാണെന്ന് മനസ്സിലായി. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്താണ്, ന്യൂസിൽ എന്തുകൊണ്ടാണ് ഇത് വന്നത്? ഒന്നുമില്ല, ഈ ഒരു ഫ്രൂട്ടിന് GI ടാഗ് കിട്ടി. ഏതാണ്? GI ടാഗ് കിട്ടി, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടി. ഏതിന്? ഗുജറാത്തിലെ കച്ചി കരേക് എന്ന് പറയുന്നത്. അപ്പം എക്സാമിന് ചോദിക്കാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഇത്രേ ഉണ്ടാവുള്ളൂ. കച്ചി കരേക് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്ത്. അത്ര അറിഞ്ഞിരിക്കുക. ആൻഡ് ഇത് എന്ത് ഫ്രൂട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു ഡേറ്റ്സ് ആണ്. നമ്മുടെ ഗുജറാത്തിലെ ഒരുപാട് സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളൊരു ഡേറ്റ്സ് ആണ്, അതിനാണ് കിട്ടിയത്. ഇത് ഗുജറാത്തിൽ കിട്ടിയിട്ടുള്ള GI ടാഗ് കിട്ടുന്ന സെക്കൻഡ് ഫ്രൂട്ടാണ്. ദെൻ അഗ്രികൾച്ചറിലെ ഗുഡ്സ് ടൈപ്പിലാണ് ഇതിന് നമ്മുടെ ഒരു GI ടാഗ് കിട്ടിയിരിക്കുന്നത്. ദെൻ ഇനി നമ്മൾ നോക്കുവാണ് ഈ കച്ചി കരേക് എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഡേറ്റ് പാം പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഖലാൽ സ്റ്റേജിലാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അത് ആ ഒരു സ്റ്റേജിന് പറയുന്ന ഒരു പേരാണ്. ദെൻ ഇതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു റിച്ച് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. ആൻഡ് ഹൈ കലോറിക് വാല്യൂ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, അതായത് ഇത്രയും കാൽഷ്യം, ഫാറ്റ്, ഇതെല്ലാം കൂടിയുള്ള ഹൈ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. ദെൻ നമ്മൾ പറഞ്ഞു ഗുജറാത്ത് സെക്കൻഡ് ഫ്രൂട്ടാണ്, GI ടാഗ് കിട്ടുന്ന സെക്കൻഡ് ഫ്രൂട്ടാണ്, ഗുജറാത്തിലെ സെക്കൻഡ് ഫ്രൂട്ടാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് ഫ്രൂട്ട് ഏതാണെന്ന് അറിഞ്ഞിരിക്കുക, ഗിർ കേസർ മാംഗോ എന്ന് പറയുന്ന ഫ്രൂട്ടിനാണ് ഗുജറാത്തിൽ ആദ്യമായിട്ട് GI ടാഗ് കിട്ടിയത്. അത് ഇയർ ഏതാണ്? 2011. അപ്പൊ ഗിർ എന്ന് പറയുമ്പോൾ തന്നെ ഗിർ പാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ രണ്ട് ഫ്രൂട്ട് ഏത് സ്റ്റേറ്റിലാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പം മാച്ച് ദ ഫോളോയിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഓക്കെ, ഈ സാക്ഷി മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? MBLAD സ്കീം, അതായത് മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീമിൽ. അപ്പം ഈ ഒരു സ്കീമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ MPമാരുടെ വഴി നമ്മുടെ ഡെവലപ്മെന്റ്, നമ്മുടെ വെൽഫെയർ, നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത്തരം വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. സോ അല്ലെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. സോ അതിൻ്റെ കീഴിൽ ആ ഒരു സ്കീം അനുസരിച്ച് എങ്ങനെയാണ് പ്രോഗ്രാംസും സ്കീംസും പ്രൊജക്ട്സും കാര്യങ്ങളും നടക്കുന്നത്, അല്ലെങ്കിൽ അത് എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഇപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എങ്ങനെ എൻഹാൻസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനും അതിനെ കൂടുതൽ ഈ ഒരു സ്കീമിൻ്റെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് അത് കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ സാക്ഷി. അപ്പോൾ ഈ സാക്ഷി എന്ന് പറയുന്നത് റിലേറ്റഡ് ടു MBLAD സ്കീം. ഇതാണ് നിങ്ങൾ എക്സാമിന് നോക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്താണ്? ഇറ്റ് വിൽ പ്രൊവൈഡ് ആൻ ഇന്റർഫേസ് ടു ക്യാപ്ചർ ദ എൻറ്റയർ MBLAD സ്കീം സൈക്കിൾ, thereby making the MBLAD ഫണ്ട് സൈക്കിൾ മോർ എഫിഷ്യൻറ്റ്. ഈ ഒരു സ്കീമിൻ്റെ കീഴിലുള്ള ഫണ്ട് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് തരും. അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്കതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് നടക്കുന്നത് അതിനെ കറക്റ്റ് നമുക്കതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം എന്തെങ്കിലും ഒരു കുറവുകളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കീഴിൽ വരുന്ന ഫണ്ട് വെച്ചിട്ട് ആ ഒരു പ്രോജക്റ്റ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും. നമുക്കതിന് കറക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഫണ്ട് റിലീസ് ചെയ്തത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഫണ്ടിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമിന് ചോദിക്കാൻ വളരെയധികം കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഇതാണ് ഡാവോസ് 2024. ഡാവോസ് 2024 എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഇതെന്ന് പറയുന്നത് ഒന്നുമില്ല, വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ഒരു ആനുവൽ മീറ്റാണ്. WEF വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ആനുവൽ മീറ്റ് 2024 നടത്തുന്ന ആനുവൽ മീറ്റിൻ്റെ പേരാണ് ഡാവോസ് 2024 എന്ന് പറയുന്നത്. എവിടെയാണ് നടന്നത്? സ്വിറ്റ്സർലൻഡിലാണ് ഇത് നടന്നത് എന്നറിഞ്ഞിരിക്കുക. ഇതിൻ്റെ തീം എന്താണെന്ന് പറഞ്ഞിരിക്കണം, റീബിൽഡിംഗ് ട്രസ്റ്റ്. ഓക്കെ, ഈ മൂന്ന് കാര്യം ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോളാം. ഡാവോസ് 2024 എന്ന് പറയുന്നത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ആനുവൽ മീറ്റ് ആണ്. ഈ പ്രാവശ്യം നടന്നത് 54th ആനുവൽ മീറ്റ് ആണ് നടന്നത്. എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. ഇതിൻ്റെ തീം എന്താണ്? റീബിൽഡിംഗ് ട്രസ്റ്റ്. ഓക്കെ,
അടുത്തത് ഒരു എക്സൈസ് ആണ്, അതിൻ്റെ പേരാണ് എക്സൈസ് അയുത്തായ. എക്സൈസ് അയുത്തായ ഇതെന്ന് പറയുന്നത് ഇന്ത്യയും, അതാണ് ഇന്ത്യയും തായ്ലൻഡും തമ്മിൽ നടന്ന അല്ലെ ഒരു നേവൽ ബൈലാറ്ററൽ എക്സൈസ് ആണ്. അപ്പം ഈ ഒരു പേര് നോക്കുക, ഏത് കൺട്രീസ് തമ്മിലാണ്? ഇന്ത്യയും തായ്ലൻഡും ആണ്. ഇതൊരു നേവൽ എക്സൈസ് ആണ്, നേവൽ ബൈലാറ്ററൽ എക്സൈസ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തൊരു എക്സൈസ് ആണ് എക്സൈസ് കഞ്ചാർ. ഇതെന്ന് പറയുന്നത് ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിൽ നടന്ന ഒരു ജോയിന്റ് എക്സൈസ് ആണ്. ഇത് എവിടെയാണ് റീസെന്റ് ആയിട്ട് വന്നത്, അല്ലെ എവിടെയാണ് നടന്നത്? ഹിമാചൽ പ്രദേശിലാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ഇത് നടന്നത്. ഹിമാചൽ പ്രദേശിൽ ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിൽ നടന്ന ഒരു എക്സൈസ് ആണ് എക്സൈസ് കഞ്ചാർ. ഓക്കെ, എക്സാമിന് ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഡേയ്സും അതിൻ്റെ സ്പെഷ്യാലിറ്റി, അതിൻ്റെ ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു ജാനുവരി ലാസ്റ്റ് വീക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ചധികം ഡേയ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെയാണ് പരാക്രം ദിവസ്. പരാക്രം ദിവസ് 2024. പരാക്രം ദിവസ് എന്ന് പറയുന്നത് എന്നാണ്? ജനുവരി 23-നാണ്. ജനുവരി 23-നാണ് പരാക്രം ദിവസ് വന്നത്. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്, നമ്മുടെ ഫ്രീഡം ഫൈറ്റർ സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത് ആനിവേഴ്സറിയാണ് പരാക്രം ദിവസമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ ഇപ്രാവശ്യം ഇദ്ദേഹത്തിന്റെ 127ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു. ഓക്കെ, അടുത്തതാണ് ജാനുവരി 24-നാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ. എന്നാണ് ജാനുവരി 24-ന് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ ആചരിക്കുന്നു. ദെൻ നാഷണൽ വോട്ടേഴ്സ് ഡേ. എന്താണ് നാഷണൽ വോട്ടേഴ്സ് ഡേ? ഈ പ്രാവശ്യം നടന്നത് എത്രയാണ്? 14th വോട്ടേഴ്സ് ഡേ ആണ് നാഷണൽ വോട്ടേഴ്സ് ഡേ വരുന്നത്. ജാനുവരി 25-നാണ് നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് വരുന്ന ഡേ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ ഒരു നാഷണൽ വോട്ടേഴ്സ് ഡേ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടേഷൻ ഡേ ആയിട്ടാണ് നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആഘോഷിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കേണ്ട മറ്റൊരു പോയിന്റും കൂടി ഉണ്ട്. ഈ നാഷണൽ വോട്ടേഴ്സ് ഡേ 2024-ന്റെ തീം എന്താണെന്ന് നോക്കുക. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. ഇതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഈ വർഷത്തെ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. ആൻഡ് എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ദിവസം എല്ലാ ഡേയും നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡേ നമ്മൾ വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്? ഒന്നുമില്ല, ഒരു ഇലക്ട്രൽ അവയർനെസ് സിറ്റിസൺസിന്റെ ഇടയിൽ ഓരോ സിറ്റിസണും ഒരു ഇലക്ടറൽ അവയർനെസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേറ്ററി പ്രോസസ്സിലോട്ട് എല്ലാ സിറ്റിസണെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക. സോ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജനുവരി 25-ന് നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ജനുവരി 25-ന് നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. അന്ന് തന്നെ മറ്റൊരു ഡേ കൂടിയുണ്ട്, നാഷണൽ ടൂറിസം ഡേ. നാഷണൽ ടൂറിസം ഡേയും ജനുവരി 25-നാണ്. അതിലെ തീം നമ്മൾ നോക്കുക, സസ്റ്റൈനബിൾ ജേർണീസ്, ടൈംലെസ് മെമ്മറീസ്. ഈ 2024-ലെ നാഷണൽ ടൂറിസം ഡേയുടെ തീമാണ് സസ്റ്റൈനബിൾ ജേർണീസ്, ടൈംലെസ് മെമ്മറീസ്. ഈ നാഷണൽ വോട്ടേഴ്സ് ഡേയും നാഷണൽ ടൂറിസം ഡേയും മാറിപ്പോവാതിരിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഓർത്തിരിക്കുക, നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയി ഉച്ചയായപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ടൂർ പോയി, നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ടൂർ പോയി. എന്നാണ് സെയിം ഡേ തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ചുമ്മാ കറങ്ങാനാകുന്നു, ചെറിയൊരു ടൂർ അങ്ങ് പ്ലാൻ ചെയ്തു. അപ്പോൾ ജനുവരി 25-നാണ് അത് പ്ലാൻ ചെയ്തത്, അത്രേ ഉള്ളൂ. സോ ഈ 2 ഡേ നിങ്ങൾ മറക്കൂല. ഓക്കെ, ഈ വർഷം നമ്മുടെ 75ാമത്തെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു. എന്താണ് 75ാമത്തെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ എക്സാമിന് നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഈ 75ാമത്തെ 2024-ലെ 75ാമത്തെ റിപ്പബ്ലിക് ഡേയുടെ തീം എന്താണെന്ന് നോക്കണം. ഇതാണ് തീം എന്താണെന്ന് നോക്കണം. ഇത്രയേ ഉള്ളൂ. വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോകതന്ത്ര की മാതൃക. വികസിത് ഭാരത്, ഡെവലപ്ഡ് ഇന്ത്യ. ഭാരത് ലോകതന്ത്ര की മാതൃക, അതായത് ഭാരത് ദ മദർ ഓഫ് ഡെമോക്രസി. ഇതാണ് 2024 നമ്മുടെ 75th റിപ്പബ്ലിക് ഡേയുടെ തീം എന്ന് പറയുന്നത്. ആൻഡ് നമ്മളൊരു 75 റുപ്പീസിൻ്റെ ഒരു കോയിൻ നമ്മൾ സിൽവർ കോയിൻ നമ്മൾ ഇഷ്യൂ ചെയ്തു ഇതിനോട് അനുബന്ധിച്ചിട്ട്. ആൻഡ് ഒരു പോസ്റ്റേജ് സ്റ്റാമ്പ് കൂടി നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ 75th റിപ്പബ്ലിക് ഡേയുടെ നമ്മുടെ ഇന്ത്യയിലോട്ടുള്ള നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ഗസ്റ്റ് ആരായിരുന്നു? ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ് ഈ 2024-ലെ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്.
സോ ഈ പോയിന്റ് എന്തായാലും നോക്കണം, മറക്കരുത്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതോടുകൂടി നമ്മൾ ഈ ഒരു വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസും റിലേറ്റഡ് ഫാക്റ്റും കവർ ചെയ്തെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ എക്സാമിന് ആവശ്യമായിട്ടുള്ള ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനബിൾ ചെയ്യുക. നമുക്ക് ഇനി വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.